ഞാനൊരിക്കലും പാർട്ടിക്ക് ഒരു എതിർസ്വരം ഇതുവരെ ഉണ്ടാക്കാത്ത ഒരാളാണ്. എനിക്ക് നിർബന്ധമാണ്. ഇപ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാര്യത്തിൽ വന്നപ്പോഴും 4-ാം ടേമായപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഇത് പ്രസിഡന്റ് ആകേണ്ടതല്ലേ ആദ്യഘട്ടം? ഞാനതിൻ്റെ അകത്ത് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അത് വേറെ ഏത് ടേമാണെങ്കിലും 2-ാം ടേമാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഞാനതിൽ സംതൃപ്തനാണ്. എനിക്ക് സംഘടനാ പ്രവർത്തനം ചെയ്യുക, പിന്നെ പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. നാട്ടിൽ കൂടാൻ തീരുമാനിച്ചപ്പോൾ ഒരു തീരുമാനം ഞാൻ എടുത്തിരുന്നു. ഉറപ്പായിട്ടും നമ്മുടെ കാര്യത്തിനുള്ള പണം, നമ്മൾ ജീവിക്കാനുള്ളൊരു മാർഗം രാഷ്ട്രീയത്തിലൂടെ ഉണ്ടാക്കാൻ പാടില്ല എന്നൊരു തത്വം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെറുപ്പത്തിൽ തന്നെ ചെറിയ ബിസിനസ്സിലൂടെയാണ് കടന്നു വന്നത്. അതിലും കുറച്ച് സമയം ഞാൻ കണ്ടെത്തി ബിസിനസ്സും രാഷ്ട്രീയവും കൂടെ ഒന്നിച്ചാണ്, പൊതുപ്രവർത്തനം ഒന്നിച്ചാണ് കൊണ്ടുപോയത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ചുമതല എനിക്ക് കിട്ടിയത്. അതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആ തിരഞ്ഞെടുപ്പിനെ ഗംഭീരമാക്കി വിജയിപ്പിച്ചു. രണ്ടാമത് കിട്ടിയ ചുമതല തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള 9 പഞ്ചായത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ചുമതലയായിരുന്നു. അതും ഭംഗിയായിട്ട് 6 പഞ്ചായത്തുകൾ പിടിച്ചെടുക്കാൻ സാധിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷവും അതിലൊരു വലിയൊരു ആത്മവിശ്വാസം. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലവും പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൽ മുസ്ലിം ലീഗുണ്ട്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമുണ്ട്, RSP ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ്, ഞങ്ങളെല്ലാ കാര്യങ്ങളും ഞങ്ങൾ UDF കൂടി ആലോചിച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. അവരുടെ സാന്നിധ്യവും അവരുടെ സഹായവും അവരെയും കൂടെ മുന്നിൽ നിർത്തിയാണ്. ഞാൻ ചരിത്രത്തിൽ അങ്ങനെ ഒരു MLA കാണാൻ നമുക്ക് പറ്റത്തില്ല. ഞാൻ വിമർശിക്കുകയല്ല. ഇപ്പം കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് റോഡ് എത്ര കൊല്ലമായി? അതേ ഒരു ഡെവലപ്മെൻറ്റ് നടപ്പാക്കണേ മിനിമം 15 വർഷം, 10 കൊല്ലം, 15 വർഷമാണ്. അന്ന് പ്രഖ്യാപിച്ച മണിമല കുടിവെള്ള പദ്ധതി ഇതുവരെ വീടുകളിൽ വെള്ളം എത്തിയിട്ടില്ല. 15 വർഷം കഴിഞ്ഞു. അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ള എത്രയോ, പള്ളിക്കത്തോട്ടിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ട്രഷറി, പള്ളിക്കത്തോട്ടിൽ പ്രഖ്യാപിച്ചിട്ടുള്ള എത്രയെത്ര റോഡുകൾ ഒന്നും നടപ്പാക്കാൻ സാധിച്ചില്ല. ഒരു ആശുപത്രി ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ കല്ലിട്ടതാണ്. 10 വർഷം കഴിഞ്ഞു. ഇപ്പോഴാണ് അതിൻ്റെ പണി ആരംഭിച്ചിട്ടുള്ളത്. ചില റോഡുകൾ റീറ്റാർ ചെയ്തിട്ട് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം. ഞങ്ങളുടെ ഞങ്ങളുടെ പറഞ്ഞല്ലോ, കോട്ടയം ഉറവയ്ക്കൽ വരെയുള്ള റോഡ് റീറ്റാർ ചെയ്ത് ഉദ്ഘാടനം ചെയ്യുക, വേറൊന്നും ഉദ്ഘാടനം ചെയ്യാനില്ല. അത് ഞങ്ങൾ വിമർശിച്ചതാണ്. ഞങ്ങൾ ആ ഉദ്ഘാടന യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. അത് മുഖ്യമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുക, ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ. സെൽഫ് ബൂസ്റ്റിംഗ് പരിപാടിയോട് ഞാനങ്ങനെ പല കാലത്തും ചെയ്യാറില്ല. കാരണം പാർട്ടി അതനുസരിച്ചിട്ടുള്ള പാർട്ടിക്ക് മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ആരെ സ്ഥാനാർത്ഥിയാക്കണം, വിജയസാധ്യതയൊക്കെ പരിഗണിക്കേണ്ടത്. അപ്പോൾ വിജയസാധ്യതയൊക്കെ നിശ്ചയിക്കേണ്ടത് അവരാണ്, ആരെ നിർത്തിയാലാണെന്നൊക്കെ ഉള്ളത്. അതിലേക്കൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുന്നിലുള്ള ഉത്തരവാദിത്തം ഈ മുഴുവൻ പഞ്ചായത്തുകളും പരമാവധി പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുക, നിയമസഭാ മണ്ഡലം കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ മൂവർണ്ണക്കോടിയും കൈപ്പത്തി പറിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. അത് ഞാൻ കൃത്യമായിട്ട് അതിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ഒരുങ്ങുമ്പോൾ തങ്ങളുടെ സ്ട്രാറ്റജി എന്താണെന്ന് മാധ്യമങ്ങളിലൂടെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കിയിരുന്നു. 50% സീറ്റുകൾ സ്ത്രീകൾക്കും പുതുമുഖങ്ങൾക്കുമായി മാറ്റിവെക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളിലൂടെ അവകാശപ്പെട്ടത്. സ്ഥിരമായി തോൽക്കുന്നവർക്ക് ഇത്തവണ സ്ഥാനാർത്ഥിത്വത്തിനായി പരിഗണന നൽകേണ്ടതില്ല എന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ മധ്യ തിരുവിതാംകൂറിലെ വിവിധ മണ്ഡലങ്ങളിൽ പല പുതുമുഖ സ്ഥാനാർത്ഥികളുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അത്തരത്തിൽ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലേക്ക് ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം UDF കൺവീനർ കൂടിയായ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിജി അഞ്ചാനിയോട്. ജിജി അഞ്ചാനി ഇന്ന് നമുക്കൊപ്പം ഈ രാഷ്ട്രീയ സംവാദത്തിൽ പങ്കാളിയാകുവാൻ പ്രേക്ഷകർക്കായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഹാർദവമായി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ. ഇടതുമുന്നണി 2020 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 1000-ലധികം വോട്ടുകൾക്ക് ജയിച്ച ഒരു സീറ്റാണ് താങ്കൾ 1700-ലധികം വോട്ടുകൾക്ക് ഇപ്പോൾ UDFന് വേണ്ടി തിരികെ പിടിച്ചിരിക്കുന്നത്. എന്തായിരുന്നു, ഒരു UDF തരംഗത്തിൻ്റെ ആനുകൂല്യം മാത്രമാണോ, അതോ രാഷ്ട്രീയമായ ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് കൃത്യമായ ഒരു രാഷ്ട്രീയം പറഞ്ഞു നേടിയ വിജയമാണ്? അവിടെ BJPയുടെ ഭരണമായിരുന്നു പള്ളിക്കത്തോട് പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. 5 വർഷക്കാലം അവരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അതിന് മുമ്പ് UDF ഭരിച്ചുകൊണ്ടിരുന്നൊരു പഞ്ചായത്ത് തന്നെയാണ്. അപ്പോൾ ഈ 5 വർഷത്തെ വലിയ ദുർഭരണത്തിനെതിരെയുള്ളൊരു ജനവിധിയായിരുന്നു പള്ളിക്കത്തോട് പഞ്ചായത്തിലുണ്ടായത്. ശക്തമായ സംഘടനാ സംവിധാനം ഈ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലാകെ ഞങ്ങൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരുക്കിയിരുന്നു. ഞങ്ങൾ കൃത്യമായ അടിത്തറ റെഡിയാക്കിയിട്ടാണ് ഞങ്ങൾ മത്സരത്തിലേക്ക് വന്നത്. ഈ തദ്ദേശ സ്ഥാപനത്തിന് ഒരു 3 മാസം മുമ്പ് തന്നെ ഞങ്ങൾ UDFൻ്റെ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളുടെയും മീറ്റിംഗ് വിളിച്ച് കൺവെൻഷൻ വെച്ച് വോട്ട് ചേർക്കൽ മുതലുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടാണ് നമുക്ക് പള്ളിക്കത്തോട്ടിൽ മാത്രമല്ല കാഞ്ഞിരപ്പള്ളിയിലെ 9-ൽ 6 പഞ്ചായത്തുകളും പിടിച്ചെടുക്കാൻ സാധിച്ചത്. പള്ളിക്കത്തോട്ടിൽ തന്നെ കൃത്യമായ പ്രവർത്തനത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ വോട്ട് ലിസ്റ്റ് പേര് ചേർക്കുന്നത് മുതൽ കൃത്യമായ മോണിറ്ററിങ്ങിലൂടെ, കൂടാതെ നല്ല സ്ഥാനാർത്ഥി നിർണയത്തിൽ
ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നല്ല സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി നമുക്ക് ഭരണം പിടിക്കാൻ സാധിച്ചു. കുറച്ച് സീറ്റുകൾ കൂടി കിട്ടിയേനെ. അവിടെയൊക്കെ ചെറിയ മാർജിനിലാണ് നമ്മൾ പരാജയപ്പെട്ടത്. താങ്കളെ സംബന്ധിച്ച് കൗതുകകരമായി താങ്കൾ എത്രമാത്രം തുറന്നു പറയുമെന്ന് എനിക്കറിയില്ല. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തേക്ക് താങ്കളുടെ പേര് വളരെ ഏകപക്ഷീയമായി പറഞ്ഞു കേട്ടിടത്തു നിന്നാണ് താങ്കൾ ആദ്യ ടേമിലേക്ക് ആ സ്ഥാനം വേണ്ട എന്ന് വെക്കുന്നത്. യാതൊരു പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ അത്തരം ഒരു ത്യാഗം ചെയ്യുവാൻ താങ്കൾ തയ്യാറായി. ഇതാദ്യമായിട്ടല്ല താങ്കളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു വിട്ടുവീഴ്ച ഉണ്ടാകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മുൻപ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ പദവി വന്നപ്പോഴും അവസാന നിമിഷം വരെ പരിഗണനയിലുണ്ടായിരുന്ന ഒന്നാം പേരുകാരൻ താങ്കളായിരുന്നു. അവിടെയും താങ്കൾ ഒഴിവാക്കപ്പെട്ടു. പിന്നീടാണ് DCC പുനഃസംഘടന ഉണ്ടാകുകയാണെങ്കിൽ താങ്കൾ ഭാരവാഹിയാകുമെന്ന് പറഞ്ഞു കേട്ടിരുന്നു. അതുണ്ടായില്ല. പിന്നീടാണ് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം UDF കൺവീനർ എന്ന പദവിയിലേക്ക് താങ്കൾ എത്തുന്നത്. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്ന തോന്നലുകൾ പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് പ്രാദേശികമായി താങ്കളോട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്കുള്ളപ്പോൾ എങ്ങനെയാണ് വീണ്ടും വീണ്ടും ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുവാനുള്ളൊരു മനോഭാവം താങ്കളിൽ ഉണ്ടായിട്ടുള്ളത്? ഈ കോൺഗ്രസ് ആണല്ലോ ഞാൻ ചെറുപ്പത്തിൽ 13ാമത്തെ വയസ്സിൽ കോൺഗ്രസ് പാർട്ടിയിൽ വന്ന, അത് ഏറ്റവും നമ്മൾ ആരാധിക്കുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ കൈപിടിച്ചിട്ടാണ് 13ാം വയസ്സിലാണ് കോൺഗ്രസിലെ പ്രവർത്തകനായിട്ട് വരുന്നത്. അന്ന് മുതൽ അവസരങ്ങൾ ഒരുപാട് എനിക്ക് തന്നു പാർട്ടി. പലപ്പോഴും ഇപ്പോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ടും തീർച്ചയായിട്ടും എന്നെ പരിഗണിച്ചതാണ്. അപ്പോൾ അവിടെ വേറെ ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനത് സ്വാഭാവികമാണ്, ഞാനതിലൊരിക്കലും അതൊരു അവഗണനയാണെന്ന് പറയുന്നില്ല. ചില ആളുകൾ മുന്നോട്ട് വന്നപ്പോൾ അത് ഞാൻ മാറിക്കൊടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഞാനൊരിക്കലും പാർട്ടിക്ക് ഒരു എതിർസ്വരം ഇതുവരെ ഉണ്ടാക്കാത്ത ഒരാളാണ്. എനിക്ക് നിർബന്ധമാണ്. ഇപ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് കാര്യത്തിൽ വന്നപ്പോഴും 4ാം ടേമായപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഇത് പ്രസിഡൻ്റ് ആകേണ്ടതല്ലേ ആദ്യഘട്ടം? ഞാനതിൻ്റെ അകത്ത് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അത് വേറെ ഏത് ടേമാണെങ്കിലും 2ാം ടേമാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഞാനതിൽ സംതൃപ്തനാണ്. എനിക്ക് സംഘടനാ പ്രവർത്തനം ചെയ്യുക, പിന്നെ പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളുടെ സ്ഥാനമാനങ്ങൾ എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അടക്കം ഈ പാർട്ടി 4ാമത്തെ തവണയായിട്ട് എനിക്ക് മത്സരിക്കാനുള്ള അവസരം തന്നില്ലേ. ഇതൊന്നും ഇല്ലാത്ത എത്രയോ ആളുകൾ വെളിയിൽ നിൽക്കുന്നു. അപ്പം ഞാനതിൽ സന്തുഷ്ടനാണ്. എൻ്റെ പ്രിയ നേതാക്കന്മാർ അല്ലെങ്കിൽ എൻ്റെ നേതൃത്വം പറയുന്ന കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബവുമായിട്ടുള്ള ഒരു വലിയ ബന്ധം, അതിപ്പോൾ ചാണ്ടി ഉമ്മനായിട്ട് അടക്കമുള്ള ബന്ധം. അപ്പോൾ അവരൊക്കെ ചില വിട്ടുവീഴ്ചകൾ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് എനിക്കൊരു മാറ്റമില്ല. അതൊക്കെ അതുപോലെ തന്നെ ഉൾക്കൊള്ളുന്ന ഒരു പ്രവർത്തകനാണ് ഞാൻ. താങ്കളുടെ മാതൃകായോഗ്യമായ മറ്റൊരു സമീപനം എന്ന് പറയുന്നത്, ആദ്യമായി ഈ കാലഘട്ടങ്ങളിൽ അത്തരമൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആൾ മാത്യു കുഴൽനാടനാണ്. സേവനത്തിന് രാഷ്ട്രീയം, ഉപജീവനത്തിന് തൊഴിൽ. താങ്കളൊരു വലിയ സംരംഭകനാണ്. സിനിമ തിയേറ്റർ വ്യവസായവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ പ്രദേശത്ത് തന്നെ, അതായത് ഒരു റിമോട്ട് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാവുന്നിടത്ത് താങ്കൾ മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ കൊണ്ടുവരുന്നു. അപ്പോൾ എന്താണ് അങ്ങനെ കേരളത്തിൽ നമുക്കറിയാമല്ലോ, ഇപ്പോഴത്തെ ഒരു സംരംഭകരുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇത്തരം കോടികൾ മുതൽ മുടക്കുള്ള ഒരു പദ്ധതി വളരെ റിമോട്ടായിട്ടുള്ള ഒരു പഞ്ചായത്തിൽ ആവിഷ്കരിച്ച് വിജയിപ്പിച്ചതിൻ്റെ പിന്നിലുള്ള മന്ത്രം എന്താണ്? ഞാൻ എൻ്റെ ഒരു ചെറുപ്പകാലം എന്ന് പറയുന്നത്, ഞങ്ങളൊരു വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. ഞങ്ങൾ 8 മക്കളാണ്. പിതാവ് ടാക്സി ഡ്രൈവറായിരുന്നു. അമ്മ സാധാരണ ഒരു കുടുംബിനിയായിട്ടുള്ള പശുവിനെയും കോഴിയൊക്കെ വളർത്തി ചെറിയ രീതിയിൽ ജീവിക്കുന്ന ആ കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടാണ് ഞാൻ വളർന്നു വരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയത്തിലേക്ക് ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ അങ്ങ് വന്ന് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളും ഇതെല്ലാം കണ്ട് ആകർഷണമായിട്ടാണ് ഞാൻ ശരിക്കും എൻ്റെ സഹോദരന്മാരെല്ലാം രക്ഷപ്പെട്ട് വിദേശത്തൊക്കെയാണ്. അപ്പോൾ അവരെല്ലാം എന്നെ അങ്ങോട്ടേക്ക് വിളിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും അതിനെല്ലാം ഞാൻ വേണ്ട എന്ന് വെച്ചിട്ടാണ് നാട്ടിൽ തന്നെ കൂടാനായിട്ട് തീരുമാനിച്ചത്. ഈ നാട്ടിൽ കൂടാൻ തീരുമാനിച്ചപ്പോൾ ഒരു തീരുമാനം ഞാൻ എടുത്തിരുന്നു. ഉറപ്പായിട്ടും നമ്മുടെ കാര്യത്തിനുള്ള പണം, നമ്മൾ ജീവിക്കാനുള്ളൊരു മാർഗം രാഷ്ട്രീയത്തിലൂടെ ഉണ്ടാക്കാൻ പാടില്ല എന്നൊരു തത്വം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെറുപ്പത്തിൽ തന്നെ ചെറിയ ബിസിനസ്സിലൂടെയാണ് കടന്നു വന്നത്. അതിലും കുറച്ച് സമയം ഞാൻ കണ്ടെത്തി ബിസിനസ്സും രാഷ്ട്രീയവും കൂടെ ഒന്നിച്ചാണ്, പൊതുപ്രവർത്തനം ഒന്നിച്ചാണ് കൊണ്ടുപോയത്. അങ്ങനെയാണിപ്പോൾ 10-15 സ്റ്റേറ്റിലായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. സിനിമാ തിയേറ്ററുകൾ 2 സ്ഥലത്തായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉറപ്പായിട്ടും രാഷ്ട്രീയത്തിലൂടെ നമുക്ക് ഒരു ഉപജീവന മാർഗം കണ്ടെത്തുന്നത് ശരിയല്ല. ജീവിക്കാനായിട്ടും മക്കളെ വളർത്താനും കുടുംബത്തിന് ചെലവിന് കൊടുക്കാനുമായിട്ടുള്ള മാർഗം നമ്മൾ തന്നെ ഉണ്ടാക്കണമെന്നാണ് എൻ്റെ പോളിസി. അതങ്ങനെ തന്നെയാണ് പോകുന്നത്. തന്നെയല്ല, നമ്മളെ
സമീപിക്കുന്ന ആളുകളെ എനിക്ക് എൻ്റെ അടുത്ത് വരുന്ന ഒരാളെയും ഞാൻ നിരാശരാക്കാറില്ല. ഒരുപാട് പേര് സഹായം അഭ്യർത്ഥിച്ച് വരാറുണ്ട്. അവരെയൊക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ പാവങ്ങൾ വന്ന രോഗികൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർ അവരെല്ലാം നന്നായിട്ട് സഹായിക്കാനും ശ്രമിക്കാറുണ്ട്. അവിടെ ഒരു ചോദ്യമുള്ളത്, താങ്കൾക്ക് 2 തിയേറ്റർ സമുച്ചയങ്ങളാണുള്ളത്. ഒരിടത്ത് 3 സ്ക്രീനും ഒരിടത്ത് 2 സ്ക്രീനും എന്നാണ്. സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? പള്ളിക്കത്തോടും കറുകച്ചാലിലുമാണ് കറുകച്ചാലിൽ. ഇപ്പം അതിൽ ഏറ്റവും ഒടുവിൽ വന്നത് കറുകച്ചാൽ. കറുകച്ചാലിൽ ഇത് വളരെ സമയബന്ധിതമായി ഞാൻ മനസ്സിലാക്കുന്നത് 6 മാസത്തിനുള്ളിൽ താങ്കൾ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വി ഡി സതീശൻ ഷാരിഖ് ഷംസുദ്ദീൻ എന്ന ഒരു യൂട്യൂബർക്ക് നൽകിയ, ഫിനാൻഷ്യൽ എക്സ്പേർട്ടായുള്ള ഒരു യൂട്യൂബർക്ക് നൽകിയ അഭിമുഖമുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ചൂണ്ടിക്കാട്ടുന്ന ഒരു വലിയ വിഷയം കേരളത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലും നടപ്പാക്കുന്നതിലും വരുന്ന കാലതാമസമാണ്. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം, വ്യാവസായിക അന്തരീക്ഷം നിലനിൽക്കുന്നിടത്ത് താങ്കൾ ഇടതു ഭരണം നടക്കുമ്പോൾ കോൺഗ്രസ്സുകാരനായ താങ്കൾ 6 മാസം കൊണ്ട് ഒരു തിയേറ്റർ സമുച്ചയം പണിതുയർത്തി അവിടെ പ്രദർശനം ആരംഭിച്ചു എന്ന് പറയുമ്പോൾ അത് എന്തായിരുന്നു അതിൻ്റെ ഒരു വിജയമന്ത്രം? അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈം ലൈൻ കീപ്പ് ചെയ്യാൻ താങ്കൾക്ക് സാധിച്ചതെന്തുകൊണ്ടാണ്? എനിക്ക് ചെറുപ്പം മുതലുള്ളൊരു, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായപ്പം മുതലുള്ള എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഞാൻ തീരുമാനം എടുക്കുന്നത് ഈ സമയബന്ധിതമായി. പലപ്പോഴും നമ്മൾ കാണാറുള്ളൊരു ഡെവലപ്മെൻറ്റിൽ ഭയങ്കര ഡിലേ ആണ്. നമ്മൾ ഫണ്ട് അനുവദിച്ചിട്ട് പല പദ്ധതികളും ഇഴഞ്ഞു നീങ്ങുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് ഒരു കുടിവെള്ള പദ്ധതി, ആ കുടിവെള്ള പദ്ധതിയുടെ പേര് പറപ്പള്ളിക്കുന്ന് കുടിവെള്ള പദ്ധതി എന്നാണ്. ഞാൻ തീരുമാനമെടുത്ത് 50 ദിവസത്തിനുള്ളിൽ അത് കുളം കുത്തി ടാങ്ക് വലിയ പണിത് 100 വീടുകൾ, അത് എനിക്ക് 85-90 വീടുകളിലേക്ക് കണക്ഷൻ കൊടുത്തുകൊണ്ട് 48-ാം ദിവസം അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സാറാണ് ഉദ്ഘാടനം ചെയ്തത്. അന്ന് മുതൽ ഏറ്റെടുത്ത ഏത് പദ്ധതികളും ഒരെണ്ണവും വഴി കിടക്കാൻ സംബന്ധിച്ചിട്ടില്ല. അത് സ്വന്തം ബിസിനസ്സിലാണെങ്കിലും ശരി. ഈ സിനിമാ തിയേറ്റർ നമ്മൾ പ്രഖ്യാപിച്ചപ്പോൾ അന്ന് മുതൽ 6 മാസ സമയമാണ് ഞാൻ അവിടെ കോൺട്രാക്ടേഴ്സിൻ്റെ അടുത്തും, 8-10 പല ടൈപ്പ് കോൺട്രാക്ടേഴ്സാണ് അവിടെ. അപ്പം ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുക. 24 മണിക്കൂറും ജോലിക്കാരെ വെച്ചിട്ടാണ് സർവ്വകാല റെക്കോർഡ്, ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു തിയേറ്റർ സമുച്ചയം അത്ര സ്പീഡ് ചെയ്യാൻ സാധിച്ചത്. അങ്ങനെ വേണം. അത് രാഷ്ട്രീയ, അത് നാട്ടിലെ വികസന കാര്യങ്ങളിലാണെങ്കിലും പലപ്പോഴും സംഭവിക്കുന്നത് അനൗൺസ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അനൗൺസ് ചെയ്ത് ഒത്തിരി പദ്ധതികൾ ഇപ്പോഴും വഴി കിടക്കുന്നുണ്ട്. അങ്ങനെ ആവരുത്. നമ്മൾ തീരുമാനമെടുത്താൽ ആ കാലാവധിക്കുള്ളിൽ തീർക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ള, അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമ്മുടെ കേരളത്തിൽ പലപ്പോഴും കാണുന്നത് പ്രഖ്യാപനം കഴിഞ്ഞ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് പല കാര്യങ്ങളും നടക്കുന്നത്. അതുപോരാ, വികസനത്തിന് സ്പീഡ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ നിന്ന് തന്നെയാണോ ഈ സ്പീഡിനെ കുറിച്ചുള്ള രാഷ്ട്രീയ പാഠങ്ങളും ബിസിനസ് പാഠങ്ങളും പഠിച്ചത്? ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് അതിവേഗം ബഹുദൂരം എന്നുള്ളത്. പിന്നെ കരുണയുടെ ഒരു കരസ്പർശം, എല്ലാം വരുന്ന ആളുകളെല്ലാം കരുണയോടെ സ്വീകരിക്കുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെയാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. അദ്ദേഹമായിരുന്നു എൻ്റെ മാർഗ്ഗദർശി. ഇപ്പോഴും അതെ, തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ദൈവതുല്യനായി കാണുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കാൻ പറ്റിയത് ഏറ്റവും സൗഭാഗ്യമായിട്ട്, ഈ രാജ്യം കണ്ട ഏറ്റവും മഹാനായ മനുഷ്യൻ്റെ കൂടെ പൊതുപ്രവർത്തനം നടത്താൻ പറ്റിയതാണ് ഞാൻ ഏറ്റവും സൗഭാഗ്യമായിട്ടും കരുതുന്നത്. ഇപ്പോൾ താങ്കളുടെ തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച് പറഞ്ഞു, താങ്കളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞു, താങ്കളുടെ സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ പിന്നണിയിൽ നിന്ന് താങ്കൾ ചരട് വലിച്ച ഒരു നിർണായക തെരഞ്ഞെടുപ്പായിരുന്നു 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആൻറ്റോ ആൻ്റണി എന്ന് പറയുന്ന MP-ക്ക് വലിയ വെല്ലുവിളികൾ ഉണ്ടാകുമെന്ന് കോൺഗ്രസിൻ്റെ തന്നെ ആഭ്യന്തര സർവേകൾ പുറത്തു വന്നിരുന്നു എന്ന് പറയപ്പെടുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം വീണ്ടും അവിടെ മത്സരിക്കാനെത്തുന്നതും കാഞ്ഞിരപ്പള്ളി പോലെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഇടതുമുന്നണിയുടെ ഒരു സിറ്റിംഗ് സീറ്റിൽ നിയോജക മണ്ഡലം കൺവീനർ എന്ന നിലയിൽ താങ്കൾ UDF-ന് വേണ്ടി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. അവിടെ എന്തായിരുന്നു താങ്കൾ കണ്ടറിഞ്ഞ രാഷ്ട്രീയം? എനിക്ക് ആദ്യമായിട്ടാണ് നിയോജക മണ്ഡലം കൺവീനർ ആയതിനു ശേഷം ഏതാണ്ട് എനിക്ക് തോന്നുന്നു 1 മാസം പോലും ആയില്ല, അന്നേരത്തിന് നമ്മുടെ തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അവിടെ എന്ത് കൊണ്ടാണെങ്കിലും നമുക്കവിടെ വൻ ഭൂരിപക്ഷത്തിൽ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൽ ആൻറ്റോ ആൻ്റണിക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ദൗത്യമായിരുന്നു അദ്ദേഹം എന്നെ ഏൽപ്പിച്ചത്. ഈ തിരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ചുമതലയും കൺവീനർ എന്നുള്ള നിലയിൽ അദ്ദേഹം സ്വതന്ത്രമായിട്ട് അദ്ദേഹം എന്നിൽ അർപ്പിച്ച വിശ്വാസമാണ്. ആ വിശ്വാസം 100% ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിച്ചു. നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ 17-18 മണിക്കൂറുകൾ ആ ഇലക്ഷൻ കാലത്ത് ജോലി ചെയ്യുമായിരുന്നു. കുടുംബ സംഗമങ്ങളടക്കം ആ 9 പഞ്ചായത്തിലും കൃത്യമായി UDF കൺവെൻഷനുകൾ നടത്തി. നിയോജക മണ്ഡലം കൺവെൻഷൻ അതിഗംഭീരമായിട്ട് നടത്തി. റോഡ് ഷോ നടത്തി. ഏറ്റവും പ്രാധാന്യം കൊടുത്ത കുടുംബ സംഗമങ്ങൾക്കാണ്. കുടുംബ സംഗമങ്ങളിൽ 100 കണക്കിന് കുടുംബങ്ങൾ പങ്കെടുക്കുന്ന കുടുംബ സംഗമങ്ങൾ UDF-ൽ ജയിക്കേണ്ട അതിനെപ്പറ്റിയുള്ള ആളുകൾക്ക് അവബോധം കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഉണ്ടായത്. 9,800 വോട്ടിൻ്റെ ഭൂരിപക്ഷം.
അത് ഉണ്ടായത് മറ്റൊന്നുമല്ല. പിന്നെ അതുകൂടാതെ മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണിയിലുള്ള മുഴുവൻ ഘടകകക്ഷികളെയും മുന്നിൽ നിർത്തി അവർക്കൊന്നും ഒരു അതൃപ്തിയുമില്ലാതെ ആ തെരഞ്ഞെടുപ്പിനെ നമ്മൾ ഭംഗിയായിട്ട് നയിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അത് എനിക്ക് ഏറ്റവും ഞാൻ ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല എനിക്ക് കിട്ടിയത്. അതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആ തെരഞ്ഞെടുപ്പിനെ ഗംഭീരമാക്കി വിജയിപ്പിച്ചു. രണ്ടാമത് കിട്ടിയ ചുമതല തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള 9 പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയായിരുന്നു. അതും ഭംഗിയായിട്ട് 6 പഞ്ചായത്തുകൾ പിടിച്ചെടുക്കാൻ സാധിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷവും അതിലൊരു വലിയൊരു ആത്മവിശ്വാസം. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലവും പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവിടെ ഒരു ചോദ്യമുള്ളത്, ഈ സാധാരണഗതിയിൽ ഇതിനു മുമ്പ്, അതായത് 2021 പരാജയത്തിന് ശേഷം പിന്നീട് UDF തിരികെ വരുന്നത് ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയങ്ങളിലൂടെയാണ്. ആ ഘട്ടത്തിൽ ഞാൻ ചോദിക്കട്ടെ, ടീം UDF എന്നൊരു പറഞ്ഞൊരു പ്രയോഗം ഉയർന്നു വരുന്നത് ആ ഘട്ടത്തിലാണ്. അപ്പോൾ താങ്കളെപ്പോലെ അനവധി ഊർജ്ജസ്വലരായ ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കൾക്ക് UDF സംവിധാനത്തിൻ്റെ ഏകോപനത്തിൻ്റെ ചുമതലകൾ ലഭിക്കുന്നു. നിങ്ങളത് വളരെ സമർത്ഥമായി ടീം UDF എന്ന നിലയിൽ പോകുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ കോൺഗ്രസ് ഉണ്ടാവും, ലീഗ് ഉണ്ടാവും, കേരള കോൺഗ്രസ് ഉണ്ടാവും. അപ്പോൾ വിവിധ പാർട്ടികളുടെ താല്പര്യങ്ങളെ ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ UDF കൺവീനറുടെ കൂടി ചുമതല വഹിക്കുമ്പോൾ എങ്ങനെയാണ് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? അവരുടെ വിശ്വാസ്യത നേടിയെടുക്കണമല്ലോ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കൂട്ടത്തിലുള്ള കക്ഷികൾ ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൽ മുസ്ലിം ലീഗ് ഉണ്ട്, കേരള കോൺഗ്രസ്, ജോസഫ് വിഭാഗമുണ്ട്, RSP ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ UDF കൂടി ആലോചിച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. അവരുടെ സാന്നിധ്യവും അവരുടെ സഹായവും അവരെയും കൂടെ മുന്നിൽ നിർത്തിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിയോജകമണ്ഡലം ഈ തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിന് മുമ്പ് 3 മാസം മുമ്പ് നടത്തിയ ഞങ്ങളുടെ നിയോജകമണ്ഡല കൺവെൻഷനിൽ ഏറ്റവും ജനപ്രതിനിധികളടക്കമുള്ള UDFൻ്റെ നേതാക്കളടക്കുന്ന വാർഡ് പ്രസിഡന്റുമാർ, ബൂത്ത് പ്രസിഡന്റുമാരടക്കുന്ന 500 പേരുടെ കൺവെൻഷനാണ് നമ്മൾ നടത്തിയത്. അന്നത്തെ പ്രഖ്യാപനമാണ് ഞങ്ങളുടെ ശ്രീ ആൻ്റോ ആൻ്റണി MPയുടെ നിർദ്ദേശം, അദ്ദേഹത്തിൻ്റെ സഹായവുമാണ് നമുക്കിതിനെല്ലാം ഉള്ളത് കേട്ടോ, കൂടെയുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മുഴുവൻ സമയം പങ്കെടുത്തു. ഞങ്ങൾ അന്ന് 4 മണിക്കൂർ ഞങ്ങൾ ചർച്ച ചെയ്തു. ഞങ്ങൾ ഓരോ പഞ്ചായത്തുകളും എടുത്ത് ചർച്ച ചെയ്തു. നമ്മൾക്ക് വിജയിപ്പിക്കേണ്ടത് തീവ്രമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുത്തു. വലിയ ശക്തമായ മത്സരം നടത്താൻ പറ്റി. 6 പഞ്ചായത്തുകളാണ് നമ്മൾ പിടിച്ചെടുത്തത്. ഇനി കാഞ്ഞിരപ്പള്ളിയിലേക്ക് വരുമ്പോൾ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 9000 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി. പക്ഷേ കാഞ്ഞിരപ്പള്ളിയുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഇന്നത്തെ നിലയിൽ കാഞ്ഞിരപ്പള്ളി എന്ന നിയോജക മണ്ഡലം വാഴൂരും കൂടി ചേർന്ന് നിലവിൽ വന്നത് 2011-ലാണ്. 2011-ലും 2016-ലും 2021-ലും അവിടെ ഹാട്രിക് വിജയം നേടിയത് N. ജയരാജ് എന്ന ഇപ്പോഴത്തെ ചീഫ് വിപ്പാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ സ്വാധീനമുള്ള ഒരു മണ്ഡലം. ഇനി 2011 മുമ്പുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ, ജോസഫ് വാഴക്കൻ 2006-ൽ അവിടെ അൽഫോൺസ് കണ്ണന്താനത്തോട് പരാജയപ്പെടുത്തുന്നു. അപ്പോൾ അതിനു മുമ്പ്, എന്നാൽ 3 ടേം തുടർച്ചയായി കോൺഗ്രസ് കയ്യിൽ വെച്ചിരുന്ന പഴയ കാഞ്ഞിരപ്പള്ളി ഉണ്ട്. ഇവിടെ ഒരു തിരിച്ചുവരവ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധ്യമാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എനിക്ക് 100% ആത്മവിശ്വാസമുണ്ട്. ഇത് കോൺഗ്രസിൻ്റെ ഉറച്ചൊരു മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. ഇവിടെ കോൺഗ്രസ് ഉയർന്ന് എണീറ്റ് കഴിഞ്ഞു. UDF അവിടെ ഉണർന്ന് എണീറ്റ് കഴിഞ്ഞു. അവിടെ പണികൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ ഉണ്ടായ പ്രശ്നം എന്താണ്? കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന മണ്ഡലം വികസനത്തിന് ഏറ്റവും പുറകിൽ. ജയരാജ് സാറ് അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കുള്ളൊരു ചീഫ് വിപ്പ് കൂടിയാണ്. അദ്ദേഹം നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളെപ്പറ്റി അദ്ദേഹം പറയണ്ടേ? ഇപ്പോഴും PWD റോഡുകൾ മുഴുവൻ തകർന്ന് കിടക്കുക. അദ്ദേഹത്തിന് ഇപ്പം ഞാൻ ഓരോ പഞ്ചായത്തുകളും PWD റോഡുകൾ മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. പറയത്തക്ക എന്ത് വികസനമാണ് അവിടെ കൊണ്ടുവരാൻ സാധിച്ചത്? പിന്നെ ഏറ്റവും പ്രധാനം, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, സ്ലോ ആണ് ഓരോ പണികളും. എന്തെടുത്താലും ഞങ്ങളെപ്പോഴും പറഞ്ഞ സ്ലോ ആയിട്ടുള്ളൊരു MLA, ഞാൻ ചരിത്രത്തിൽ അങ്ങനെ ഒരു MLA കാണാൻ നമുക്ക് പറ്റത്തില്ല. ഞാൻ വിമർശിക്കുകയല്ല. ഇപ്പം കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് റോഡ് എത്ര കൊല്ലമായി? അതേ ഒരു ഡെവലപ്മെൻറ്റ് നടപ്പാക്കണേ മിനിമം 15 വർഷം, 10 കൊല്ലം, 15 വർഷമാണ്. അന്ന് പ്രഖ്യാപിച്ച മണിമല കുടിവെള്ള പദ്ധതി ഇതുവരെ വീടുകളിൽ വെള്ളം എത്തിയിട്ടില്ല. 15 വർഷം കഴിഞ്ഞു. അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ള പള്ളിക്കത്തോട്ടിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ട്രഷറി, പള്ളിക്കത്തോട്ടിൽ പ്രഖ്യാപിച്ചിട്ടുള്ള എത്ര റോഡുകൾ ഒന്നും നടപ്പാക്കാൻ സാധിച്ചില്ല. ഒരു ആശുപത്രി ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ കല്ലിട്ടതാണ്. 10 വർഷം കഴിഞ്ഞു. ഇപ്പോഴാണ് അതിൻ്റെ പണി ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, വേണ്ടത് എന്താണ്? സ്പീഡായിട്ടുള്ള ഡെവലപ്മെൻറ്റ്. ഈ തലമുറയിൽ നിന്ന് സ്പീഡായിട്ടുള്ള ഇൻ്റർനെറ്റിൻ്റെ ലോകത്തിൻ്റെ 5Gയിൽ നമ്മൾ പോകുമ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് നടപ്പാക്കാൻ വേണ്ടി 10 വർഷം 15 വർഷം എടുക്കാവുന്നത് എന്തൊരു അനീതിയാണ്. അതാണ് ഈ തവണത്തെ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ലോ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്. ഒരു പദ്ധതി നടപ്പാക്കാൻ സമയം ഭയങ്കരമായിട്ട് എടുക്കുകയാണ്. 10 കൊല്ലത്തിൽ കുറഞ്ഞൊരു പദ്ധതി അന്വേഷിച്ച് നോക്കുക. അവിടെ 10 കൊല്ലം 15 കൊല്ലം എടുക്കുന്നു. റോഡ് ഇപ്പം ഞങ്ങളുടെ ഉറവയ്ക്കൽ കുരാൽ പള്ളിക്ക് തോട്ടി വഴി ഒരു പ്രധാനപ്പെട്ട റോഡാണ്.
അത് അദ്ദേഹം ടാർ ചെയ്യാൻ വേണ്ടി എടുത്തത് കുണ്ടും കുഴിയായിട്ട് വഴിയിൽ ആളുകൾ വീണ് 5 വർഷം. അതൊന്ന് ടെൻഡറിൽ ഒരാളെടുക്കും, അത് ഇട്ടേച്ചു പോകും, പിന്നെ ആൾ വരും, പിന്നെ ഇട്ടേച്ചു. ഇതാണ് മന്ത്രി ഈ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിൽ സംഭവിച്ചിരിക്കുന്ന ഭയങ്കര സ്ലോ ആയിട്ടുള്ള വികസനം നടത്തുന്ന ഒരു MLA ആണ് അദ്ദേഹം. അത് കൃത്യമായി അത് കാര്യം ഞങ്ങൾ പറയും. മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, സ്ഥാനാർത്ഥിയായിട്ടോ സംഘാടകനായിട്ടോ താങ്കൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കാഞ്ഞിരപ്പള്ളിയിലെ എത്ര പഞ്ചായത്തുകളിൽ UDF ലീഡ് ഉറപ്പാക്കാൻ സാധിക്കും? ഞാൻ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എത്ര പഞ്ചായത്തുകളിൽ നിങ്ങൾ ലീഡ് നേടുമെന്ന്. ഞാനിന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ചിറക്കടവ് ഒപ്പത്തിനൊപ്പം ബാക്കി 8 പഞ്ചായത്തുകളിൽ ലീഡ് മേടിച്ചു കൊടുക്കും, ലീഡ് ആൻഡ്വാനിക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. ഇത്തവണയും പറയുന്നു, ഞങ്ങൾ പറയുന്നു, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പഞ്ചായത്തായിട്ടുള്ള കറുകച്ചാൽ പഞ്ചായത്തിൽ ഭരിക്കുന്നതെന്ന് കോൺഗ്രസ്സാണ്, UDF ആണ്. ഞങ്ങൾ പറയുന്നു 9 പഞ്ചായത്തുകളിലും ഞങ്ങൾ ലീഡ് പിടിച്ചുകൊണ്ട് 10,000-ന് മുകളിൽ ഭൂരിപക്ഷം പിടിച്ചുകൊണ്ട് എൻ ജയരാജ് സാർ അവിടെ പരാജയപ്പെടും. UDFൻ്റെ ഒരു MLA കാഞ്ഞിരപ്പള്ളിയിലുണ്ടാവും. നമ്മളങ്ങനെ പറയുമ്പോൾ വ്യക്തമായൊരു വോട്ട് ഷിഫ്റ്റ് വേണം. എനിക്ക് തോന്നുന്നത് 2021 15,000-ലധികം വോട്ടുകളുടെ ഒരു പരാജയമാണ് അവിടെ സംഭവിച്ചത്. പിന്നീട് BJPക്ക് കാര്യമാത്ര പ്രസക്തമായ ശക്തിയുള്ള ഒരു നിയോജക മണ്ഡലം കൂടിയാണ് കാഞ്ഞിരപ്പള്ളി. N. ഹരിയെപ്പോലുള്ള BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ വന്നിട്ടുള്ള മണ്ഡലമാണ്. എല്ലാ തിരഞ്ഞെടുപ്പുകളിലും BJP നിർണായകമായ വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിങ്ങളുടെ വോട്ടുകൾ എവിടെ നിന്ന് വരുമെന്നൊരു ചോദ്യമുണ്ട്. കൃത്യമായിട്ടും അതിനെപ്പറ്റി ഉത്തരം പറയാം. ഞങ്ങളുടെ ബൂത്ത് 1 സ്റ്റാർട്ട് ചെയ്യുന്നത് പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്താണ്. പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കുറഞ്ഞത് 2,500 മുകളിലോട്ട് നിങ്ങൾ മാധ്യമങ്ങൾ ഇത് എഴുതി വെച്ചു. 2,500 മുകളിലോട്ടുള്ള ഭൂരിപക്ഷം പിടിച്ചുകൊണ്ട് വാടൂർ ചെല്ലുമ്പോൾ അത് 3,500, ചിറക്കടവിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ വലിയ ഇതൊന്നുമില്ല, ഏറ്റവും കുറഞ്ഞ 500 വോട്ട് ചിറക്കടവിൽ നിന്നും. അത് കാഞ്ഞിരപ്പള്ളി അപ്പം തന്നെ 2,500, 3,500, 4,000. കാഞ്ഞിരപ്പള്ളിയിലോട്ട് ചെല്ലുമ്പം അത് 2,000, 2,500 മണ്ടയ്ക്ക് 6,500, മണിമലയിലോട്ട് ചെല്ലുമ്പം അത് 8,000, നെടുങ്കുന്നത്തോട് ചെല്ലുമ്പം 10,000, കറുകച്ചാൽ എത്തുമ്പോഴത്തേനും 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ UDFന് കാഞ്ഞിരപ്പള്ളിയിലുണ്ടാവും. ഇത് ഞങ്ങളുടെ ഉറച്ച ആത്മവിശ്വാസത്തിൽ നിന്ന് പറയുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഒരു ന്യൂനപക്ഷ കേന്ദ്രീകരണം നടക്കാൻ സാധ്യതയുള്ള, അതായത് ക്രൈസ്തവ മുസ്ലിം വോട്ട് ബാങ്കുകളുള്ളൊരു മണ്ഡലമാണ്. അങ്ങനെ വരുമ്പോഴും ഹൈന്ദവ വോട്ട് ബാങ്കുകളിൽ കൃത്യമായ ഒരു രാഷ്ട്രീയത്തിന് അതീതമായി ആധിപത്യം ഉറപ്പിക്കുന്ന ഒരു MLA ആണ്. നാരായണക്കുറുപ്പ് സാറിൻ്റെ മകനാണ് N. ജയരാജ്. കഴിഞ്ഞ 15 വർഷമായി MLA ആണ്. അങ്ങനെ ഒരാളെ നമുക്ക് 15 അല്ല 20 വർഷമായി അദ്ദേഹം MLA ആണ്. അപ്പോൾ അങ്ങനെ ഒരാളെ അട്ടിമറിക്കുവാൻ UDFനെ സംബന്ധിച്ച് എപ്പോഴും പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥികളെത്തി. നമുക്കറിയാം, ജോസഫ് വാഴക്കൻ തീർച്ചയായും തൊട്ടടുത്തുള്ള പാലായിൽ നിന്നുള്ള ആളാണെങ്കിൽ കൂടിയും മധ്യ തിരുവിതാംകൂർ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിരുന്നൊരു വ്യക്തിത്വമാണ്. അപ്പോൾ പുറത്തു നിന്നുള്ള ആളുകളാണ് പലപ്പോഴും അവിടെ ഉണ്ടാവാറുള്ളത്. ഇത്തവണ മാറ്റം വരുമെന്നും മണ്ഡലത്തിൽ നിന്നുള്ള ആൾ വരുമെന്നും പറയുമ്പോഴും താങ്കൾ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ അവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോഴും N. ജയരാജിൻ്റെ ഒരു മൈറ്റി ഫിഗർ ഉണ്ടല്ലോ, അദ്ദേഹം പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം, അതിനെ ഒരു തുടക്കക്കാരൻ അതിജീവിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും. കാരണം മണ്ഡലത്തിൽ നിന്നും പുറത്തു നിന്നും സ്ഥാനാർത്ഥികൾ വരുന്നതിനോട് ആ മണ്ഡലത്തിലെ ഭൂരിപക്ഷം വരുന്ന UDFൻ്റെ നേതാക്കളും പ്രവർത്തകരും അതിനോട് യോജിക്കുന്നില്ല. മണ്ഡലത്തിനുള്ളിൽ തന്നെ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾക്ക് ഉറപ്പായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പള്ളിയിൽ ചെയ്യുന്ന ചർച്ച അദ്ദേഹത്തിൻ്റെ വികസനത്തിനുള്ള സ്ലോ ആമ പോകുന്ന എഴയുന്ന പോലെയാണ്. അദ്ദേഹം മിനിമം ഞാൻ പറഞ്ഞല്ലോ, ഒരു റോഡ് ഉണ്ടാക്കാൻ വേണ്ടത് അതിന് 10 കൊല്ലം 15 വർഷമാണ്. അങ്ങനെ എങ്ങനെ സംഭവിക്കും ഇന്നത്തെ ഈ സ്പീഡ് കാലഘട്ടത്തിൽ? അങ്ങനെ ഒരു റോഡ് പൊളിഞ്ഞു കിടന്നത്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, PWD റോഡുകൾ 100 കണക്കിന് PWD റോഡുകളാണ് 9 പഞ്ചായത്തുകളിലായി തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. N. ജയരാജിൻ്റെ കാലത്ത് വന്നിട്ടുള്ള കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നടന്ന ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വികസന പദ്ധതി പൂർത്തീകരിച്ചതുണ്ടോ അവിടെ? ഒന്നും പറയാനില്ല. ചില റോഡുകൾ റീറ്റാർ ചെയ്തിട്ട് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം. ഞങ്ങളുടെ പറഞ്ഞല്ലോ, കോട്ടയം ഉറവയ്ക്കൽ വരെയുള്ള റോഡ് റീറ്റാർ ചെയ്ത് ഉദ്ഘാടനം ചെയ്യുക, വേറൊന്നും ഉദ്ഘാടനം ചെയ്യാനില്ല. അത് ഞങ്ങൾ വിമർശിച്ചതാണ്. ഞങ്ങൾ ആ ഉദ്ഘാടന യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയതാണ്. അത് മുഖ്യമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുക, ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ. പുതിയതായിട്ട് പറയാൻ ഒന്നുമില്ല. പുതിയതായിട്ട് പറയാൻ പറ്റുന്ന ഏത് റോഡാണ് അദ്ദേഹത്തിന് പറയാൻ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഗെയിം പ്ലാനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കേരളത്തിലൊരു വോട്ട് ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ അടിസ്ഥാന വോട്ട് ബാങ്കുകൾ BJPയിലേക്ക് ഒഴുകുന്നു, അതിലൊരു വിഭാഗം UDFന് കിട്ടുന്നു. അങ്ങനെ ഒരു വോട്ട് ഷിഫ്റ്റിൻ്റെ ആനുകൂല്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ തളർച്ചയും BJPയുടെ വളർച്ചയും UDFന് ഗുണകരമാകുന്ന ഒരു സാഹചര്യത്തിനുപരിയായി താങ്കൾ പറയുന്നിടത്ത് UDFന് കൃത്യമായ ഒരു ഗെയിം പ്ലാൻ ഉണ്ട്.
പഞ്ചായത്ത് തിരിച്ചു താങ്കൾ ഭൂരിപക്ഷം പ്രവചിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ ഇപ്പോൾ നിങ്ങൾ സജ്ജമാണ് തെരഞ്ഞെടുപ്പിന് എന്ന് വിലയിരുത്താൻ ഞങ്ങൾ പൂർണ്ണമായും സജ്ജമാണ്. ഞങ്ങൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞങ്ങളുടെ സംവിധാനം, പാർട്ടി സംവിധാനം കൃത്യമായി ഞങ്ങൾ കാര്യങ്ങൾ പഠിച്ച് ആണ് ഈ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ 6 പഞ്ചായത്തുകൾ തിരിച്ചു പിടിച്ചത്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കമായിട്ടുള്ള വോട്ട് ലിസ്റ്റ് പേരിറക്കലടക്കമുള്ള കാര്യങ്ങളുടെ പണി ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഞങ്ങൾ കൃത്യമായ ഒരു ഇലക്ഷൻ പ്ലാനുണ്ട്. ആ ഇലക്ഷൻ പ്ലാനിലൂടെ 100% കാഞ്ഞിരപ്പള്ളി UDF വിജയിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു ചെറിയ സംശയം, താങ്കളുടെ പേര് ഇങ്ങനെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു, സ്ഥാനാർത്ഥിയായി പോലും പരിഗണിക്കപ്പെട്ടേക്കുമെന്ന് പറയുന്നു. അതുകൊണ്ടാണ് നേതൃത്വം താങ്കളോട് ആദ്യത്തെ ടൈമിൽ മാറി നിൽക്കുവാൻ പറഞ്ഞിട്ടുള്ളതെന്ന് പോലും പറച്ചിലുകളുണ്ട്. പക്ഷെ ഒരിടത്തും കാര്യമായ സമൂഹ മാധ്യമ പ്രചരണങ്ങൾ താങ്കളുടെ പേരിൽ കാണുന്നില്ല. അത് താങ്കളുടെ റിയൽ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നില്ലേ? അല്ല, നമ്മൾ ഒരിക്കലും സ്ഥാനാർത്ഥിയൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ UDFൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ ആ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ 9 പഞ്ചായത്തുകളിലും സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി UDFനുള്ള ഘടകകക്ഷികളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പിനായിട്ട് ഒരുങ്ങുക എന്നുള്ളതാണ് എൻ്റെ കൃത്യമായ കർത്തവ്യം. ഒന്ന് ഇടപെടുകയാണ്. തീർച്ചയായും താങ്കളുടെ സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു പോകുന്നു. പക്ഷേ കോൺഗ്രസ് ആണല്ലോ പാർട്ടി, UDF ആണല്ലോ മുന്നണി. തീർച്ചയായും ഒരു സ്ഥാനാർത്ഥിയായി വരുവാൻ യോഗ്യതയുള്ളപ്പോൾ പോലും അതൊന്ന് പ്രൊജക്റ്റ് ചെയ്യണമെന്ന ആളുകൾ ധരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സമൂഹ മാധ്യമ പ്രസൻസ് താങ്കളുടെ ഭാഗത്ത് നിന്ന് ഒരു പരിധിവരെ അതൊരു സെൽഫ് ബൂസ്റ്റിംഗ് ആണെങ്കിൽ പോലും അത്യാവശ്യത്തിനുള്ളത് പോലും കാണുന്നില്ല എന്നൊരു അപാകത. അല്ല, സെൽഫ് ബൂസ്റ്റിംഗ് പരിപാടിയോട് ഞാൻ അങ്ങനെ പല കാലത്തും ചെയ്യാറില്ല. കാരണം പാർട്ടി അതനുസരിച്ചിട്ടുള്ള പാർട്ടിക്ക് മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ആരെ സ്ഥാനാർത്ഥിയായിരിക്കണം, വിജയസാധ്യതയൊക്കെ പരിഗണിക്കേണ്ടത്. അപ്പോൾ വിജയസാധ്യതയൊക്കെ നിശ്ചയിക്കേണ്ടത് അവരാണ്, ആരെ നിർത്തിയാലാണെന്നൊക്കെ ഉള്ളത്. അതിലേക്കൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുന്നിലുള്ള ഉത്തരവാദിത്വം ഈ മുഴുവൻ പഞ്ചായത്തിലും പരമാവധി പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുക, നിയമസഭാ മണ്ഡലം കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ മൂവർണ്ണക്കോടിയും കൈപ്പത്തി പറിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. അത് ഞാൻ കൃത്യമായിട്ട് അതിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി തിയേറ്റർ ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒരു മാൻ പവർ കൺസൾട്ടൻസി, സെക്യൂരിറ്റി സ്റ്റാഫിനെ കൊടുക്കുന്ന ഒരു കൺസൾട്ടൻസി. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കോട്ടയം ജില്ലയിൽ ഏറ്റവും അധികം സ്റ്റാഫുകളെ മാനേജ് ചെയ്യുന്ന രാഷ്ട്രീയക്കാരൻ, പ്രത്യേകിച്ച് തദ്ദേശ ജനപ്രതിനിധി കൂടിയായ രാഷ്ട്രീയക്കാരൻ താങ്കൾ മാത്രമായിരിക്കും. അതിപ്പോൾ ഏത് മുന്നണിയിലാണ്? ഇതിനെല്ലാം കൂടി എങ്ങനെ സമയം കണ്ടെത്തും? അല്ല, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം 16-17 മണിക്കൂർ ജോലി ചെയ്യുന്ന ആളാണ്. ഞായറാഴ്ച പോലും വിശ്രമിക്കുന്ന ആളല്ല. എൻ്റെ പൊതുപ്രവർത്തനത്തിലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പ്രഖ്യാപിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് 4-ാമത്തെ തവണയും ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത്. അതേസമയം ഞാൻ ബിസിനസ്മാനാണ്. എനിക്ക് ബിസിനസ് ചെയ്തേ മതിയോ. എൻ്റെ ജീവിതം, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. കുറേ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. 2,500 അധികം 3,000-നടുത്ത് ജീവനക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് 10-18 സ്റ്റേറ്റിലായിട്ട് സെക്യൂരിറ്റി ജീവനക്കാരെ കൊടുക്കുന്നുണ്ട്. അത് എൻ്റെ ഒരു ജീവിതം, ഞാൻ 10-17 വർഷം മുമ്പ് തുടങ്ങിയൊരു പ്രസ്ഥാനമാണ്. അതിനെയും ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നു. ഇതിനൊക്കെ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും. നമ്മളെപ്പോഴും ഫുൾ ടൈം പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നതൊക്കെ തെറ്റാണ്. ഫുൾ ടൈം പൊതുപ്രവർത്തനം എന്താ ചെയ്യാണ്ടിരിക്കുന്നത്? ഫുൾ ടൈം നമുക്ക് വരുമാനമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വരുമാനം ഇല്ലാത്തപ്പോഴാണ് പൊതുപ്രവർത്തകൻ കാശും ഒക്കെ ആൾക്കാരുടെ നിന്നൊക്കെ മേടിക്കാൻ തുടങ്ങുന്നത്. അവൻ മോശമാകുന്നത്. നമുക്ക് സ്വയം വരുമാനമുണ്ടെങ്കിൽ നമുക്കതൊന്നും ആവശ്യമില്ല. മര്യാദയ്ക്ക് പൊതുപ്രവർത്തനം നടത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അവസാനമായി ഒറ്റ ചോദ്യം കൂടി. താങ്കൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ 2026 ഉറപ്പായും കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു UDF കോൺഗ്രസ് MLA ഉണ്ടാകും. അങ്ങനെ ഒരു MLA ഉണ്ടായാൽ കാഞ്ഞിരപ്പള്ളിക്ക് കൃത്യമായ ഒരു വികസന കുതിപ്പൊരുക്കുവാനുള്ള പദ്ധതികൾ താങ്കളുടെ മനസ്സിലുണ്ടോ? താങ്കൾ MLA ആയാലും അല്ലെങ്കിലും. ഉറപ്പായിട്ടും നമ്മളൊക്കെ പരിഗണിക്കപ്പെട്ടാൽ എൻ്റെ കാര്യത്തിലിരുന്ന് ഒരു നിർബന്ധമുണ്ട്. ഹൈ സ്പീഡ് ആയിട്ട് ഡെവലപ്മെൻറ്റ് നടക്കണം. ഹൈ സ്പീഡ്, സമയബന്ധിതമായി നടപ്പാക്കേണ്ട. ഞാൻ പറഞ്ഞ നിസ്സാരം ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇന്നലെ തന്നെ ഞങ്ങൾ പ്ലാനിങ് ആണ്. എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നടപ്പാക്കേണ്ടത്? റോഡുകൾ പ്രശ്നങ്ങളായി കിടക്കുന്നു, കുടിവെള്ള പദ്ധതികൾ മുടങ്ങിക്കിടക്കുന്നതുണ്ട് പല വാർഡുകളിലും. അതെല്ലാം ഞങ്ങൾ ഇന്നലെ ഞായറാഴ്ചയും ഞങ്ങൾ ചർച്ച ചെയ്യുകയാണ്. എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് പൂർത്തീകരിക്കുക. അതായിരിക്കും എൻ്റെ ഒരു സ്ട്രാറ്റജി. ഞാനത് ചോദിക്കാൻ കാരണമുണ്ട്. കാരണം കാഞ്ഞിരപ്പള്ളി എന്നൊക്കെ പറയുമ്പോൾ കേരളമെമ്പാടും അറിയപ്പെടുന്ന സ്ഥലമാണെങ്കിലും ഇന്ന് കാഞ്ഞിരപ്പള്ളിയുടെ യാഥാർത്ഥ്യം പോയകാല പ്രതാപത്തിൻ്റെ നിഴൽ മാത്രമാണ് കാഞ്ഞിരപ്പള്ളി. അപ്പോൾ കാഞ്ഞിരപ്പള്ളിക്ക് ഇനി ഒരു പ്രസക്തി ഉണ്ടാക്കി കൊടുക്കുവാൻ പറ്റുമെന്നാണ് താങ്കൾ പറയുന്നത്? ഉറപ്പായിട്ടും കാഞ്ഞിരപ്പള്ളി വികസനം കുതിക്കുന്ന ഒരു പ്രദേശമാണ് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം. പല സ്ഥലങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല. ഇപ്പം ഞാൻ സൂചിപ്പിച്ചല്ലോ, കുടിവെള്ള പദ്ധതി എന്ന് പറയുന്ന ജലജീവൻ, ആദ്യം അത് മണിമല കുടിവെള്ള പദ്ധതിയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പേര് ജലജീവൻ എന്നാണ്. പൈപ്പുകൾ മുഴുവൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ ടാങ്ക് പോലും സ്ഥാപിച്ചിട്ടില്ല. അതിന് വേണ്ട
മോട്ടറോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. ഇപ്പോഴും ഒരു 5 വർഷത്തേന് ഇനി വെള്ളം പ്രതീക്ഷിക്കേണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ആളുകളുടെ ഭൗതിക ജീവിത സാഹചര്യത്തിൽ ഉണ്ടാക്കുന്ന ഔന്നത്യത്തിനപ്പുറം നമുക്കറിയാമല്ലോ, ഒരു വൻകിട പദ്ധതി വന്നാൽ തീർച്ചയായും അവിടെ വസ്തുവില വരും. അപ്പോൾ ആളുകളുടെ ആസ്തി 10 മടങ്ങാകും. അങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവരാനുള്ള സ്കോപ്പ് കാഞ്ഞിരപ്പള്ളിയിൽ ഉണ്ടെന്ന് താങ്കൾ ഒരുപാട് സ്കോപ്പുകളുണ്ടല്ലോ. അവിടെയൊന്നും ഈ പറഞ്ഞ ഈ MLA-യുടെ നേതൃത്വത്തിൽ ഒരു കാര്യങ്ങളും ഒരു ഡെവലപ്മെൻറ്റ് നടത്തിയിട്ടില്ല. ഞങ്ങളുടെ ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യം വലിയ വലിയ സ്ഥാപനങ്ങൾ കൊണ്ടുവരിക, ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടായിക്കോളും. ഒത്തിരി വിദ്യാസമ്പന്നരായ ആൾക്കാരുണ്ട്. ഇന്ന് രാവിലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടൊരു പയ്യൻ എൻ്റെ അടുത്ത് വിളിച്ചു നോക്കി, എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊരു പയ്യൻ, എനിക്കൊരു തിയേറ്ററിൽ ഒരു ജോലി തരാമോ? അപ്പോൾ MCOM പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെയുള്ള ആളുകൾ പണിയില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ തിയേറ്ററൊക്കെ ഉണ്ടാക്കിയതിലും എത്രയോ ആളുകൾ തൊഴിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ നല്ല സ്ഥാപനങ്ങൾ കൊണ്ടുവരിക, വ്യവസായ സ്ഥാപനങ്ങൾ കൊണ്ടുവരിക, ആളുകളെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുക, അതായിരിക്കും ഏറ്റവും സുപ്രധാനമായ കാര്യം. അപ്പോൾ തീർച്ചയായും കാഞ്ഞിരപ്പള്ളിയുമായി ബന്ധപ്പെട്ടും UDF-ഉമായി ബന്ധപ്പെട്ടും കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞങ്ങൾക്കൊപ്പം സമയം ചെലവഴിച്ചതിന് നന്ദി പറയുന്നു. നമസ്കാരം. താങ്ക് യു.